ശബരിമല യുവതീ പ്രവേശനത്തിൽ വീണ്ടും CPM-നെ വെട്ടിലാക്കി എ പത്മകുമാർ. യുവതീ പ്രവേശന സമയത്ത് തന്നെ തിരുവനന്തപുരത്തേക്ക് വിളിപ്പിച്ചത് അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ APS ആണ്. അതിന് തെളിവായി ഫോൺ പരിശോധിക്കാമെന്നും പത്മകുമാർ വെളിപ്പെടുത്തി. താൻ അറിയാതെയാണ് ശബരിമലയിൽ യുവതീ പ്രവേശനം നടന്നതെന്ന പ്രസ്താവന വസ്തുതയെന്ന് തെളിയിക്കാൻ തന്റെ ഫോൺ രേഖകൾ പരിശോധിക്കാമെന്ന് പത്മകുമാർ. മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ഫോണിൽ വിളിച്ച് അടിയന്തരമായി തിരുവനന്തപുരത്തേക്ക് എത്താൻ നിർദ്ദേശിച്ചു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ഫോൺ കോളെന്നും പത്മകുമാർ പറഞ്ഞു. താൻ തിരുവനന്തപുരത്ത് എത്തിയ ശേഷം ദേവസ്വം ബോർഡ് ഓഫീസിലെ TVയിലാണ് യുവതികൾ പ്രവേശിച്ച വിവരം അറിഞ്ഞതെന്നായിരുന്നു പത്മകുമാർ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഈ സമയം താൻ തിരുവനന്തപുരത്തായിരുന്നു എന്നതിന് തെളിവായി വാഹനത്തിന്റെ ലോഗ് ബുക്ക് പരിശോധിക്കാമെന്നും പത്മകുമാർ സുഹൃത്തിനോട് പറഞ്ഞു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഔദ്യോഗിക വാഹനത്തിലായിരുന്നു തിരുവനന്തപുരത്തേക്ക് പോയത്. തനിക്കൊപ്പം ADGP S. ശ്രീജിത്തിനെയും ശബരിമലയിൽ നിന്ന് മാറ്റിയിരുന്നതായി വെളിപ്പെടുത്തിയിരുന്നു. ശ്രീജിത്തിനെ DGPയാണ് തിരുവനന്തപുരത്തേക്ക് വിളിച്ചത്. തന്നെ മനഃപൂർവ്വം ചതിയിൽപ്പെടുത്തുകയായിരുന്നുവെന്നും പിന്നിൽ പ്രവർത്തിച്ച കരങ്ങൾ അറിയാമെന്നുമായിരുന്നു പത്മകുമാർ കഴിഞ്ഞ ദിവസം തുറന്നടിച്ചത്. ജനം, പത്തനംതിട്ട.